ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രണ്ടാം ദിവസമായി. കാരണം നമ്മൾ ഇന്നലെ അറിയാലോ നൈറ്റ് ട്രെയിൻ കയറുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉറങ്ങിപ്പോയി എണീക്കുമ്പോൾ തന്നെ കുറച്ചൊരു 11-11:30 ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം തമിഴ്നാട് എത്തി. പിന്നെ ഏകദേശം തമിഴ്നാട് കയ്യാറായി എന്നാണ് തോന്നുന്നു. നോക്കുമ്പോൾ തമിഴ്നാട് കയ്യാറായിട്ടാണുള്ളത്. അതുകൊണ്ട് നല്ല കുറേ മനോഹരമായ കാഴ്ചകൾ ഉറങ്ങിയത് കൊണ്ട് മിസ്സായി. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഞാനിങ്ങനെ നല്ല നല്ല ഭംഗിയുള്ളതും കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് കിട്ടിയത് ഒരു ഫാമിലീൻ്റെ ഇടയിലായിരുന്നു. അതിൽ നിന്ന് മാറിക്കിട്ടി ഇപ്പോഴാണ് ഒരു നല്ല സീറ്റിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് തൗസീഫ് അവൻ്റെ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് തിരക്കിലാണ്, ഓൺലൈൻ ബിസിനസ്സിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് തിരക്കായത് കൊണ്ട് പിന്നെ ഞാൻ യൂട്യൂബിന് കുറച്ച് എഡിറ്റും കാര്യങ്ങളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓരോരോ കാഴ്ചകൾ കാണിക്കാം എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ട്രെയിൻ ഓൾറെഡി ഇന്നലെ 2.5 മണിക്കൂർ ലേറ്റായിട്ട് വന്നത്. എന്നിട്ടും ഇന്ന് ട്രെയിനിനേക്കാൾ വേഗത്തിൽ മറ്റേ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. ഇതാണ് നമ്മളൊരവസ്ഥ. ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. നോക്കുമ്പോഴത്തേക്ക് ഇത് അനങ്ങിയിട്ടാണ് പോകുന്നത്. അതിനേക്കാൾ സ്പീഡിലാണ് ഗുഡ്സ് പോകുന്നുണ്ട്. അതിൽ കയറിന് ഇതിനായിട്ട് മുമ്പ് ജമ്മുവിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ കയറിപ്പോയി. ഇതിനകത്താണെങ്കിലോ നല്ല ഫുഡില്ല. ഫുഡിന് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റേഷന് എത്തുന്നത് ഇങ്ങനെ ഏകദേശം ഒരു 4 മണിയാകുന്നുണ്ട്. അതൊരു വിഷം നിൽക്കേണ്ട അവസ്ഥയിലാണെന്നുള്ളത്. വേറെ നല്ല അതായത് ഏകദേശം അങ്ങനെ ഇപ്പോൾ ആന്ധ്ര എത്തിയിട്ടുണ്ട്. ആന്ധ്രയിലെ കുറച്ച് മനോഹര കാഴ്ചകൾ കാണിക്കാനിരിക്കുന്നു. ഓൾറെഡി വിശന്നിട്ടാണുള്ളത്. ഏകദേശം അടുത്ത സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഫുഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഓർഡർ ചെയ്ത ഫുഡിനാണെങ്കിൽ അതിനായിട്ടപ്പോഴത്തെ റേറ്റ്. കാരണം നമ്മൾ ഇന്നലെ പാലക്കാട് നിന്ന് ചപ്പാത്തി പാക്കറ്റായി 2 പാക്കറ്റ് വാങ്ങിയിരുന്നു 40 രൂപ കൊടുത്തിട്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ നേന്ത്രം പഴവും അതുപോലെ ബിസ്ക്കറ്റും കുറച്ച് കാര്യങ്ങൾ പഴവും വാങ്ങിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി വാങ്ങിയിട്ട് കറി ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് കിട്ടും. അങ്ങനെ അത് കിട്ടി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരുപാട് സമയമായില്ലെത്തോ. ഞാനൊരു ചിക്കൻ കറി ഓർഡർ ആക്കിയത്. അതും കൂട്ടി നല്ല ഭയങ്കര ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേഷനും മാറി ഓരോരോ ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വീട്ടിൻ്റെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് ഡീറ്റി പോയി. വീണ്ടും ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കാണുന്നു. അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പകർത്തുന്നു. അങ്ങനെ രാത്രിക്കുള്ള ഫുഡും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസാണ്. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉച്ചക്കത്തെ രസം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഗൈസ്, ഈ ഒരു ഗുഡ്സ് ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആ മുമ്പ് കണ്ടിട്ടില്ല. കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതെന്തിനു ഉപയോഗിക്കുന്ന ഗുഡ്സ് ട്രെയിനാണെന്ന്. എനിക്കൊരു കൗതുകം തോന്നുന്നുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടു. ആ ഗുഡ്സ് ട്രെയിൻ എന്തിനു ഉപയോഗിക്കുന്ന അറിയുമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അങ്ങനെ വൈകുന്നേരമായി. ട്രെയിനകത്ത് ലൈറ്റ് ഇട്ടു. ഇതാണ് നമ്മൾ കോച്ച് 3rd AC എക്കണോമി. നല്ല വൃത്തിയുണ്ട്.
പാപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട്. ആൾക്കാർ വന്ന് പാപ്പം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. നല്ല നീറ്റും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്ന് വിളിച്ചാൽ ശരിയാക്കി തരുന്നുണ്ട് അവർ. അങ്ങനെ രാത്രിത്തെ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് തിന്ന് തീർന്ന് അറിയില്ല. കഴിഞ്ഞത് ട്രൈ ചെയ്ത് തിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടായി. നമ്മൾ AC-യുടെ അടുത്തുള്ള ഒരു ഡോർ അടിയുന്നില്ല, ലോക്ക് പൊട്ടിപ്പോയി. അങ്ങനെ അത് നമ്മൾ ശരിയാക്കും. നമ്മൾ കുറേ പറഞ്ഞ് നേരാക്കിയില്ല. ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ശരിയാക്കുന്നുണ്ട് ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട്. കാരണം വേറെ ആരും ഒരു ഇതുമില്ല, ആൾക്കാർ വിളിച്ചിട്ടാണ് അത് ശരിയാക്കുന്നില്ല. അവസാനം കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെയോ നേരാക്കിയത് ഇപ്പോൾ സക്സസ് ആയി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ ഒരു ഉപകാരം ചെയ്ത് കൂടെ സക്സസ് ചെയ്ത് നേരാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായി. ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് പിരിച്ചു, എൻ്റെ ബാഗ് വെച്ച് കാല് വെക്കാൻ വേണ്ടി അങ്ങനെ കിടന്നുറങ്ങണം. കുറച്ച് നാളെ രാവിലെ നേരത്തെ എണീക്കണമെന്നുണ്ട്. എല്ലാം പിരിച്ച് ഇതാണ് എൻ്റെ ബെഡ്ഷീറ്റ്. ഇങ്ങനെ നല്ല രസമുണ്ട്. അതായത് റീഡിങ് ലാമ്പ് എല്ലാം ഉണ്ട്, ആർക്കും ശല്യമില്ലാത്ത രീതിയിലാണ്. ഞാൻ ഒരു കർട്ടൻ പോലെ പിരിച്ചപ്പോഴത്തെ ലൈറ്റ് കണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ടയേർഡായതുകൊണ്ട് ഇനി നാളെ രാവിലെ എണീച്ച് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ ബൈ, ഗുഡ് നൈറ്റ്.